ഹലോ, നമുക്കിന്ന് തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് പോയാലോ? ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഒരു കല്യാണത്തിന് പോകുന്നത്, അതായത് ഹിന്ദു വെഡ്ഡിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എസ്പെഷ്യലി ഈ പുള്ളിയുടെ ഫ്ലൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്ലൂട്ട് മാത്രമല്ല, അവരുടെ എല്ലാ ടീം മെമ്പേഴ്സും വളരെ നന്നായിട്ട് അവരുടെ ഭാഗം ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞാനും അഖിലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ചൊരു ഹിന്ദു വെഡ്ഡിങ്ങിന് പോകുന്നത്. ഞങ്ങൾ മുൻപ് പോയത് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങാണ്. അപ്പോൾ ശരിക്കും ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരുമിച്ച് പോകുന്ന വെഡ്ഡിങ്. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ശരിക്കും കാണാൻ വയ്യായിരുന്നു. LED വാളുള്ളതുകൊണ്ട് കൃത്യമായി താലികെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇനി അടുത്തതാണ് മെയിൻ കലാപരിപാടി. ഒത്തിരി നാളായി പ്രോപ്പർ ഒരു തെക്കൻ കേരളത്തിൻ്റെ സദ്യ കഴിച്ചിട്ടെന്ന് പറയാം. ഇപ്പോൾ ട്രിവാൻഡ്രം സദ്യയാണ്. അപ്പോൾ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് ലക്ഷ്യം. പരിപ്പ് വടയും പിന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയും എല്ലാം കഴിച്ച്, പിന്നെ ഇവിടെ ഞാനങ്ങനെ പൊതുവേ കണ്ടിട്ടില്ലാത്ത കേസരി ഉണ്ടായിരുന്നു. കേസരി ഞാനങ്ങനെ വേറെ ഞങ്ങളുടെ അവിടുത്തോട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്നിവ എനിക്ക് മധുരം നല്ല ഇഷ്ടമായതുകൊണ്ട് അത് നല്ലപോലെ കഴിച്ചു. ഇത്രയും വലിപ്പമുള്ള പപ്പടം കണ്ടിട്ട് കാലങ്ങളായി. വലിയ പപ്പടമായിരുന്നു. എനിക്ക് അത്ര പപ്പടം ഇഷ്ടമല്ല. പിന്നെ ബോളിയും പായസം വന്നു, അത് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും കുറേ നേരം വർത്തമാനം പറഞ്ഞു. അഖിൽ എൻ്റെ ഒരു വീഡിയോയിലും ചിരിക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് കാരണം ദേവും പ്രശാന്തേട്ടനും എല്ലാവരും അഖിലിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. നീ എന്താ ഇത്ര ഗൗരവമല്ല വീഡിയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരുമിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇത് ടെക്നോ പാർക്കാണ്, അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് phase 4 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരുമിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ആണ് ഇവിടുന്ന് പിരിഞ്ഞത്.